ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഇന്ന് രാവിലെ തന്നെ ഓട്ടടയാണ് കേട്ടോ കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പുറത്ത് അടുപ്പിൽ ഞാൻ ചട്ടിയൊക്കെ വെച്ചിട്ട് ഓട്ടടയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഓട്ടട ചുട്ടപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മക്കൾക്ക് കോളേജിലേക്ക് പോകാൻ നേരെ വൈകിട്ട് അപ്പോൾ പെട്ടെന്ന് ഓർക്ക് ചായയൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് 2-3 ചുട്ടിട്ട് ഓർക്ക് അങ്ങനെ കൊണ്ടുപോയി വെച്ചെടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് കറിയായിട്ട് മുട്ട റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതാ ഓനിക്ക് പോകാൻ നേരം വൈകുന്നുണ്ട്. അപ്പോൾ വേഗം ഓനിക്കുള്ള ചായ കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാ കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ മമ്മിയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നലെ ചക്ക പോയി നോക്കുമ്പോൾ അതിങ്ങനെ ഒന്ന് പഴുത്ത മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഒന്ന് പോയിട്ട് ആ ചക്ക നിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് എന്തോ ഒരു ചെറിയ കേടുണ്ട്. പിന്നെ അത് കൊത്തും ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മമ്മ അതിൽ നിന്ന് ചക്കൻ്റെ ചോളയൊക്കെ എടുത്ത് നല്ലത് പറ്റണത് എടുത്തിട്ട് ബാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ ചക്ക കുരു കിട്ടിയല്ലോ. അപ്പോൾ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്കും ചക്കക്കുരും കൂടെ കറി വെക്കാം, മുളക് കറി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമ്മ അത് നന്നാക്കി തരികയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മ മീൻ നന്നാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് കറിയാക്കി എടുക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കുക്കർക്ക് അത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ടും കൂടെ. പിന്നെ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിങ്ങയും കൂടെ അതിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മളെ പുളി അതിൽ കടന്ന് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതെടുത്തിട്ട് നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഒന്ന് തിരുമ്പി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല സെറ്റാവും കേട്ടോ. മറ്റേത് നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ അല്ലെങ്കിൽ പുളിങ്ങ നമ്മൾ വെള്ളത്തിലൊക്കെ കുറേ നേരം ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുളിങ്ങൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് മീൻ നമ്മളെ ഞങ്ങളിവിടെ കോരാന്നാട്ടോ പറയുക, നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് അതൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് അടുപ്പത്തുണ്ട്. അപ്പോൾ ചോറ് വെന്തിട്ട് പുറത്തടുപ്പിൽ തന്നെ ഇത് പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് മീനിപ്പോൾ ഞങ്ങൾ അധികം പുറത്തടുപ്പിലാട്ടോ പൊരിച്ചെടുക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ വെന്ത് കിട്ടും. കുറേ വെക്കും ചെയ്യുക ചട്ടിയിൽ കേട്ടോ. ഗ്യാസ്മേലാവുമ്പോൾ കുറച്ചല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചോറ് കൂട്ടിയിട്ട് ആ അടുപ്പത്ത് പൊരിക്കാൻ പറഞ്ഞിട്ട് മസാല തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കയ്പ്പൊക്കെ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്പ്പൊക്കെ നുറുക്കിയിട്ട് അതിൽ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ പൊടിപ്പൊന്ന് തിരുമ്പി വെച്ചാൽ കയ്പ്പൊക്കെ ഒട്ടും കഴിക്കൂല കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്പ്പൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അതാ ഞാനൊരു സവാള അരിഞ്ഞിട്ട് 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് ഇതാ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമ്മൾ ഈ ഉപ്പ് തിരുമ്പി വെച്ച കയ്പ്പൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഇതിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് വേണം ഇങ്ങനെ കയ്പ്പൊക്കെ ഉണ്ടാക്കിയാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കയ്പ്പക്കൻ്റെ ആ ഒരു കയ്പ്പേ ഉണ്ടാവില്ല കേട്ടോ. പച്ചക്കയ്പ്പൊക്കെ ആണെങ്കിലും വെള്ളക്കയ്പ്പൊക്കെ ആണെങ്കിലും ഇത് നാടൻ കയ്പ്പാണ് കേട്ടോ. ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചു വിടുന്നതാണ്. ഇവിടെ പാടത്തെ പീടിയിൽ നിന്ന് മേടിച്ചു വിടുന്നതാണ്. അപ്പോൾ പാടത്തുണ്ടാക്കിയ കയ്പ്പ് തന്നെയാണ്. അപ്പോൾ അത് നല്ല കയ്പ്പുണ്ടാവും ഈ പച്ച കയ്പ്പായതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കയ്പ്പുണ്ടാവില്ല കേട്ടോ. ഉപ്പ് തിരുമ്മി വെച്ചാൽ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. അപ്പോഴേക്കും നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളരിയും ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇവിടെ ഇത് കഷ്ണങ്ങൾ ഉടക്കണം അമ്മമാർക്ക് പറ്റില്ല. അമ്മമ്മ ഈ കഷ്ണങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ അത് ഉടച്ചെടുക്കണം പറ്റില്ല. അമ്മമാർക്ക് കറിനേലേറെ കഷ്ണങ്ങളാണ് കഴിക്കുക. അപ്പോൾ ഞങ്ങൾ കുമ്പളങ്ങ എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും കഷ്ണങ്ങൾ ഉടച്ചെടുക്കൂല. അപ്പോൾ അതാ ഞാൻ പുളിയൊക്കെ പാർന്ന് കൊടുത്തിട്ട് ഇതാ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിക്കാണ് കേട്ടോ. ഇനി കുക്കറിൽ നിന്ന് ഞാൻ ഈ ചട്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിക്ക് കടുകൊക്കെ വറുത്ത് കറിവേപ്പില ഇട്ടിട്ട് കടുക് വറുത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മളെ കയ്പ്പൊക്കെ ഉപ്പേരിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഓഫാക്കി. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. ഉമ്മമാനായിട്ട് പെരിന്തൽമണ്ണ പോകാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോവാൻ വിചാരിച്ചു. 11 മണിക്ക് പോയിക്കണ്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ഉമ്മമാക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോവാൻ വിചാരിച്ചു. പിന്നെ എല്ല് ഡോക്ടറെ കാണിക്കാനല്ലേ പോണത്. അപ്പോൾ നല്ല തിരക്കും ആക്കാരം അവിടെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയതാണ്. എന്നാൽ തുള്ളി കഞ്ഞി എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരി ഓഫാക്കി വെച്ചിട്ടു. എത്ര പെട്ടെന്നാണ് ഒരു ദിവസങ്ങൾ കഴിഞ്ഞ് പോണതല്ലേ. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഉമ്മമാനായിട്ട് ഓരോന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ
ഇന്നിപ്പോൾ മമ്മാനെ കാണിക്കണ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാലിൻ്റെ മടമ്പ് വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. അപ്പോൾ മീനും വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മമ്മ കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടോ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ഒന്ന് എന്താണെന്നറിയില്ല, ഓർത്തോൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 4 മണിയൊക്കെ ആയിട്ടാണ് ഡോക്ടറെ കണ്ടത് തന്നെ. പിന്നെ എക്സ്റേ ഒക്കെ എടുക്കാൻ മമ്മാനെ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തുട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.